നിലയും വിശ്വത്തും പരസ്പരം നോക്കി. ഇതിലൊരു അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും എന്ത് കരുതും എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. ഇതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് എന്നുള്ളതാ. നിങ്ങളുടെ അഭിപ്രായം എന്താ? വിശ്വയുടെ ലീവൊക്കെ നോക്കണമല്ലോ. അവരുടെ നിൽപ്പ് കണ്ട് ജിതിൻ ചോദിച്ചു. അത് മാമ, ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് അത്ര വേണ്ടെന്നാ. കല്യാണം ചെറിയൊരു ഫംഗ്ഷനായി മതിയെന്നാ. അത് പറ്റില്ല നിള. ഡേറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിന് മാറ്റാം. പക്ഷെ കല്യാണവും ചടങ്ങുകളും അതൊന്നും ഒതുക്കില്ല. നകുലിനും അംബികയും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം എങ്ങനെ നടത്തോ അതുപോലെ തന്നെ നന്നായി നടത്തണം. അതെനിക്ക് നിർബന്ധമാ മോനെ. നില പറഞ്ഞത് കേട്ട് അമ്മമ്മ വേഗം തീരുമാനം പറഞ്ഞു. നില എന്തു ചെയ്യും എന്നൊരു ഭാവത്തിൽ വിശ്വത്തിനെ നോക്കി, ഒപ്പം ജിതിനെയും. ജിതിനേട്ടാ, കല്യാണം എത്ര നീട്ടണോ? 3 മാസം അത്ര വേണോ? നിശ്ചയം കഴിഞ്ഞ് പിറ്റേ ആഴ്ച കല്യാണം നാക്കാന്നേ. വിശ്വത്ത് ജിതിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് ജിതിൻ ഉറക്കെ ചിരിച്ചു. അമ്മമ്മ, എൻഗേജ്മെന്റ് ഒന്നും ഒഴിവാക്കണ്ട. കല്യാണം നീട്ടാതിരുന്നാൽ മതി ഇവർക്ക്. ജിതിൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. നില അവന്റെ കയ്യിൽ പിടിച്ചു പിച്ചി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിശ്ചിത സമയം നോക്കുമ്പോൾ അതിനടുത്ത് തന്നെ വിവാഹത്തിന് നല്ല മുഹൂർത്തം ഉണ്ടോ എന്ന് നോക്കാം. പിന്നത്തെ മാസത്തിലേക്ക് കടന്നാൽ അല്ലേ നിലയുടെ ജന്മമാസമാവാ. അപ്പൊ അതിനു മുന്നേ നോക്കാലോ. വനച്ച പറഞ്ഞ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു. നീലിമ നിലയുടെ മുഖത്തെ സന്തോഷം മാത്രമാണ് നോക്കിയത്. അവളുടെ സന്തോഷത്തിനപ്പുറം വേറെ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ നീലിമയ്ക്കില്ലായിരുന്നു. വിവാഹം നീട്ടില്ല എന്ന തീരുമാനത്തിൽ തന്നെ വിശ്വത്ത് ഹാപ്പിയായി. ലീവൊക്കെ എങ്ങനെയും നാം ഒപ്പിക്കാന്നേ എന്ന ഭാവമാണ് അവന്. ഉച്ചയോടുകൂടി കഴിഞ്ഞ് വൈകാൻ നിൽക്കാതെ എല്ലാവരും പോകാൻ ഇറങ്ങി. തിങ്കളാഴ്ച നടക്കുന്ന ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുക കൂടി ചെയ്തു അച്യുതനും നിലയും. അവരങ്ങ് ഇറങ്ങിയത് വളരെയധികം ആശ്വാസത്തോടെ ഷീജയും അമ്മമ്മയും ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇരുന്നു. വിഷയെ പരിചയമുണ്ടെങ്കിലും വീട്ടുകാരെങ്ങനെ എന്നറിയാതെ ഒരു ആശങ്ക നിൽക്കായിരുന്നു എനിക്ക്. ഇപ്പോഴാ എനിക്കും സമാധാനമായത്. നിലമോൾക്ക് ചേരും. എനിക്കും അതെ അമ്മേ. ഇവരൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിച്ചറിയണ പോലെ ആവില്ലല്ലോ. നല്ല വീട്ടുകാർ തന്നെയാ. ഞാനന്ന് നന്ദനോടും സിമിയോടും പറഞ്ഞിരുന്നല്ലോ. അവരും ചാലക്കുടി അന്വേഷിച്ചു. വിശ്വയുടെ വല്യച്ഛനൊക്കെ നല്ല കുടുംബമാണെന്നാ പറഞ്ഞത്. എന്റെ അമ്മേ, നീ അന്വേഷിച്ച് ആദ്യം പിടിക്കാൻ മാത്രമൊന്നുമില്ല. ഇനി ഈ വിശ്വജിത്തിന് നിലയോട് കോളേജ് വെച്ച് തോന്നിയ അടുപ്പമൊന്നും അല്ലത്. ഇവള് പൊടിക്കുപ്പിയായിരുന്ന സമയത്തെ, അതായത് ചാലക്കുടിയിൽ താമസിക്കുന്ന സമയത്തെ അവന് ഇവള് ഇഷ്ടമാണ്. അന്നേ ഇവൻ ഇവളുടെ പിന്നാലെ കുറെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ പൊട്ടിക്കളിയൊന്നും അറിഞ്ഞിട്ടില്ല. എന്തിനു പറയണേ, ആ കോളേജിൽ ചെന്നിട്ടും സെക്കൻഡ് ഇയർ ആയിട്ടാണ് ഇങ്ങനൊരു സാറ് ആ കോളേജിൽ പഠിപ്പിക്കുന്നത് തന്നെ ഇവളറിയുന്നത്. അവൻ പക്ഷെ ഇവളുടെ നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. അതും അങ്കിളും ആന്റിയും പോയപ്പോൾ തൊട്ട്. ചിതിന്റെ വെളിപ്പെടുത്തലിൽ അമ്മയും അച്യുതനും ഷീജയും അതിശയിച്ചു. പിന്നെയും അവർ ആ സംസാരം തുറന്നപ്പോൾ നില നീലിമയ്ക്കും മോനും ഒപ്പം പോയി കിടന്നു. നിലേ, നീ ഹാപ്പി അല്ലേ? നില ഒന്നും മിണ്ടാതെ നീലിമയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞിന് സൈഡിൽ ഒരു പില്ലോ എടുത്തു വെച്ച് നീലിമ ചെരിഞ്ഞു കിടന്ന് നിലയെ ചേർത്ത് പിടിച്ചു. അച്ഛനും അമ്മയും കൂടി കൂടെ ഉണ്ടായെങ്കിൽ എന്ന് തോന്നാ ചേച്ചി. കുറച്ചു നേരത്തിന് ശേഷം നില പറഞ്ഞത് കേട്ട് നീലിമയുടെ ഉള്ളും നൊന്തു. ഞാനില്ലേ നിനക്ക്? അവര് നമ്മളെ കാണുന്നുണ്ടാവും നിലയെ. അവരും സന്തോഷത്തോടെ ആവും. നീലിമ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. നല്ലോണം ചുവന്നു നിൽക്കുന്ന വാനം പകലവൻ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. തെങ്ങിൻ പൊത്തുകളിലും മരങ്ങളിലും കൂടണഞ്ഞ കിളികളുടെ കലവില ശബ്ദവും കാറ്റിന്റെ മർമരവും. നീണ്ടു നിവർന്ന് മുളവെഞ്ചി കിടക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷം മാറി തുടങ്ങിയത് വിശ്വത്തെ അറിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ ആകെ ഒരു കുളിരാണ്. പ്രണയം എന്ന വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും ഗ്രഹിക്കാനാവുന്ന പ്രായത്തിന് മുന്നേ ഉള്ളിൽ ചേക്കേറിയ ഒരുവൾ. ആ ഒരുവൾ തനിക്ക് സ്വന്തമാവുന്നു. കാലങ്ങളായി കണ്ടുകൂട്ടിയ സ്വപ്നങ്ങൾ, അവയെല്ലാം വൈകാതെ യാഥാർത്ഥ്യമാകുന്നു. പ്രണയം തുറന്നു പറയാനാവാതെ കടന്നുപോയ ബാല്യം. വർഷങ്ങൾ കാത്തിരുന്നു അവളെ കണ്ടുമുട്ടിയപ്പോൾ അന്നവൾ തീരാവേദന മുങ്ങി നിൽക്കുന്നു. പിന്നെയും കാത്തിരുന്നു പ്രതീക്ഷിക്കാതെ വീണ്ടും മുന്നിലെത്തിയപ്പോൾ അറിയുന്നത് അവൾക്കുള്ളിൽ ഇടം പിടിച്ച ഒരുവനെ കുറിച്ച്. ഉള്ളു നേറി സ്വയം ഒഴിഞ്ഞു മാറിയ നാളുകൾ. വേദനയിലൂടെ കടന്നുപോയ നാൾക്ക് ശേഷം ദൈവം അവളെ തനിക്കായി നൽകി. പിന്നെയും അവൾ കൺവിടുന്നു മറഞ്ഞു. ഇനിയില്ല, മരണം വന്നു വിളിച്ചാലും ഇനിയെന്നും ഒന്നിച്ച് കാണൂ എന്നവൻ ഉറപ്പിച്ചു. വിജയനും വനജയും പ്രസന്നനും ബിന്ദുവും വൃന്ദയും ആ വഴി തന്നെ വീട്ടിലേക്ക് മടങ്ങി. വിശ്വത്തിനെ താമസത്താക്കി പ്രിജിനും സേതിയും സേതിയുടെ വീട്ടിലേക്കും പോയി. വിശ്വത്തെ വീട്ടിലേക്ക് കയറാതെ നേരെ പാടത്തേക്ക് നടക്കുകയായിരുന്നു. വീട് വന്ന് കിടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആദ്യമായി നിലയെ കണ്ടതുപോലുള്ള ഓരോ ദിനവും തെളിഞ്ഞു. ഓർമ്മകളിലേക്ക് ചേക്കേറാൻ മടിച്ച ബാല്യകാല നിമിഷങ്ങൾ അടക്കം.
കണ്ണു തുറന്നുള്ള ആ ചിന്തകളിൽ നിന്ന് അവൻ ഉണരാൻ അനിൽ സാർ ഫോണിൽ വിളിക്കേണ്ടി വന്നു. ഇരുട്ടുമീണ ചുറ്റുപാട് കണ്ടവൻ സ്വയം തലയ്ക്കടിച്ചുപോയി. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുന്നോട്ട് നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ കല്യാണമേളം ഉയർന്നിരുന്നു. തുടരും സ്നേഹത്തോടെ, അഭിനവി.